Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. മിസ്സിന്റെ ചാപ്റ്റർ എത്രയാ? മിസ് ഇപ്പൊ എടുക്കണ ചാപ്റ്റർ എത്രയാ? ചാപ്റ്റർ 14. ചാപ്റ്റർ തീരാറായല്ലോ. അറിയില്ല. ഓക്കെ, പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലേ എടുത്തോണ്ടിരുന്നത്? കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നല്ലേ? ഏത് പോയിന്റോട് ഞാൻ ഇനി പറയേണ്ടത്? ഡോസിമീറ്റർ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? ഡോസിമീറ്റർ വരെയാണോ പറഞ്ഞത്? 4th പോയിന്റ് വരെ. ഓക്കെ, എന്താണ് ഡോസിമീറ്റർ? റേഡിയേഷൻ എക്സ്പോസർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്താ? ഡോസിമീറ്റർ. ഓക്കെ, ഫിഫ്ത് പോയിന്റ് നോക്കാട്ടോ. ഫിഫ്ത് പോയിന്റ്, install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. എന്താണ്? അതായത് ഒരു ഓപ്പറേഷൻ റൂമിലെ താപസമ്മർദ്ദങ്ങളെ, ഹീറ്റ് സ്ട്രെസ്സുകൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ദുർഗന്ധങ്ങൾ, ഓർഡേഴ്സ് എന്താണ്? ദുർഗന്ധങ്ങള്, ഗ്യാസസ്, വാതകങ്ങള്, നീരാവികൾ അല്ലെ, ഇതിന്റെയൊക്കെ സമ്മർദ്ദങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫലപ്രദമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെന്റിലേഷൻ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? താപസമ്മർദ്ദം കുറയ്ക്കുന്നതിനോ ദുർഗന്ധം, വാതകങ്ങൾ, നീരാവി എന്നിവയെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ സൗകര്യം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എയർ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എയർ കണ്ടീഷണേഴ്സ് സ്ഥാപിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? ഇത്തരത്തിലുള്ള ദുർഗന്ധങ്ങളൊക്കെ അവിടെ എന്താണ് റൂമിൽ ഇങ്ങനെ എന്താണ് റൂമിലേക്ക് പോവാതെ, പുറത്തേക്ക് പോവാതെ കിട്ടിക്കിടക്കും അല്ലെ? അപ്പൊ എന്താണ് വളരെ ഇൻഫെക്ഷൻസിന് ചാൻസസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. മനസ്സിലായോ പോയിന്റ്? Install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. താപസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ദുർഗന്ധങ്ങളും വാതകങ്ങളും നീരാവികളൊക്കെ തങ്ങി നിൽക്കുന്നത് തടയുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള വെന്റിലേഷൻ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ്. സിക്സ്ത് പോയിന്റ് നോക്കിയേ. Nurses sensitive to natural rubber lactease. Nurses sensitive to natural rubber lactease must use non-lactease or powder-free lactease gloves and avoid contact with other latex product. എന്താണ് നാച്ചുറൽ റബ്ബർ ലാക്ടസ് എന്ന് പറഞ്ഞാല്? നാച്ചുറൽ റബ്ബർ ലാക്ടക്സ് കയ്യുറകള് കണ്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കയ്യുറകള്. അത് ചില നഴ്സസിന് സെൻസിറ്റീവ് ആയിട്ട് സ്കിന്നുള്ളവർക്ക് എന്താണ് ഈ നാച്ചുറൽ റബ്ബർ ലാക്ടസ്, അതിലെന്താണ് ഒരു പൊടി ഉണ്ടായിരിക്കും. നിങ്ങൾ ഗ്ലൗസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എടുത്തവരാണെങ്കിൽ എന്താണ്, ഒരു ഗ്ലൗസ് ഇടുന്ന സമയത്ത് ഒരു വെളുത്ത കളറിൽ ഒരു പൊടി നമ്മുടെ കൈകളിൽ പറ്റിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? യെസ്. അതെന്താണ്? അത് ചിലർക്ക് സ്കിന്നിൽ അലർജി വരുത്താനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് എന്തുപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്? നോൺ ലാക്ടസ് ആയിട്ടുള്ളത്, അതായത് പൗഡർ ഇല്ലാത്ത, പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകൾ, കൈയുറകൾ ധരിക്കുക. സെൻസിറ്റീവ് സ്കിന്നുള്ളവര് നാച്ചുറൽ റബ്ബർ ലാക്ടസ്
ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിലെ പൊടി ഉണ്ടാവും അല്ലെ, ഒരു തരം പൊടി ഉണ്ടാവും, അത് അലർജിക്ക് കാരണമാകുന്നു, ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. Then അത് പറ്റാത്തവർ എന്ത് ഉപയോഗിക്കാനാണ് പറയുന്നത്? പൗഡർ ഫ്രീ ആയിട്ടുള്ള, അതായത് നമ്മള് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ബ്ലൂ കളറിലെ ഗ്ലൗസ് കണ്ടിട്ടുണ്ട്, ബ്ലൂ കളറില, വൈറ്റ് അല്ല, ബ്ലൂ കളറില. യെസ്, അത് എന്താണ് പൗഡർ ഫ്രീ ആയിട്ടുള്ള നോൺ ലാക്ടസ് ഗ്ലൗസസ് ആണ് കേട്ടോ. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് അമിത പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എന്താണ് ഇൻഫെക്ഷൻ എന്താണ് അലർജി വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ അലർജി ഉള്ളവരെ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിംഗ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. എന്താണ് പറയുന്നത്? ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിംഗ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. അതായത് തിയേറ്ററിലെ ഇത്തരത്തിലെ ബ്ലഡിൽ നിന്നോ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിലായിട്ട് ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ട പ്രിക്കോഷൻസ് നേരത്തെ തന്നെ എടുക്കുക. എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും? ഈ ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒന്നും നമ്മുടെ ശരീരത്തിലാവാതിരിക്കാൻ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കുക? അടുത്തൊരു പോയിന്റ് ആയിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. എന്താണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ നമ്മുടെ ശരീരത്തിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാൻഡ് സ്ക്രബ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് വാഷ് ചെയ്യുന്നത് അല്ലെ. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകളും ബ്ലഡ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ ആവാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഗ്ലൗസുകൾ ധരിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് PPE വെയർ ചെയ്യുന്നു അല്ലെ. ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളൊന്നും ശരീരത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് അഥവാ സ്ക്രബിംഗ് ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തില് സ്ക്രബിംഗ് ഗ്ലൗസുകൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ വന്ന് എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ സർഫേസ് നമ്മുടെ സ്കിന്നിന്റെ പ്രതലങ്ങളിലായിട്ടൊക്കെ എന്താണ് കുറച്ച് അംശം ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ എന്താണ് ബ്ലഡിന്റെ എന്തെങ്കിലും ഒക്കെ ഒരു ചെറുതായിട്ടെങ്കിലും കൈകളിലാവാനൊക്കെ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് അതിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതിനായിട്ട് പ്രിക്കോഷൻസ് എടുക്കുക എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? Provide lifting aids for the lifting and shift of a heavy patients. Provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. എന്താണ് പറയുന്നത്? നമ്മള് ഹെവി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്, അതായത് ഒരുവിധം ഭാരമുള്ള അല്ലെ, എല്ലാ പേഷ്യൻസും ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും അല്ലെ. ചിലർ മെലിഞ്ഞതായിരിക്കും, ചിലർക്ക് അമിത ശരീരഭാരം ഉള്ളവരായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഉയർത്തുന്ന സമയത്ത് സ്ട്രക്ചറിൽ നിന്നും വീൽചെയറിൽ നിന്നൊക്കെ മാറ്റുന്ന സമയത്ത് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരെ മാറ്റിയില്ലെങ്കിൽ എന്താണ് നമ്മളുടെ കയ്യിൽ നിന്ന് വീണ് അവരെ താഴേക്ക് വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ കാണണമെന്നാണ് പറയുന്നത്? ഒരു ഒക്യുപ്പേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിനെ. ഒക്യുപ്പേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സേഫ്റ്റി മെഷേഴ്സുകൾ നിർദ്ദേശിച്ചു തരുന്ന സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും. അതായത് ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം പൊസിഷനിൽ പേഷ്യന്റിനെ പിടിക്കണം, എങ്ങനെ സ്ട്രെച്ചറിലേക്ക് മാറ്റണം എന്ന വ്യക്തമായ ഒരു കൺസൾട്ടേഷൻ ഒരു ഒക്യുപ്പേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പേഷ്യൻസിന് പ്രത്യേകിച്ച് ഭാരമുള്ള പേഷ്യൻസിനെ ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണോ? നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് താഴെ വീഴാൻ ചാൻസസ് ഉണ്ട്.
അപ്പൊ അതിൽ നിന്ന് പ്രിക്കോഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിൽ നിന്ന് നിർദ്ദേശങ്ങൾ പാലിക്കുക. ഓക്കെ. Checking for anesthetic and oxygen gas leakages. Checking for anesthetic and oxygen gas leakages. എന്താണ്? വാതക ചോർച്ച പരിശോധിക്കുക. ഏതെങ്കിലും തരത്തില് അനസ്തെറ്റിക് വാതകങ്ങൾ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസിൽ നിന്നും ലീക്കേജസുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്തരത്തിലൊന്നും വാതക ചോർച്ചയുണ്ടായാൽ എന്താണ്? അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തില് വാതക ചോർച്ച ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ദെൻ അടുത്ത പോയിന്റ് ആണ് എന്ത്? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. നമ്മള് ഹോസ്പിറ്റലിൽ ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞ് കാണാറില്ല. അത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാണ് ഫയർ എക്സിറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്നത് റെഡ് കളറില്? തീ അപകടത്തിന്റെ നിയന്ത്രണം. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഏതൊക്കെയാണ് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻ ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ പിള്ളേര്? കേൾക്കുന്നില്ലേ? പറയണ്ടെന്നാണ് പറയുകയാണെങ്കിൽ അടുത്ത പോർഷൻ എടുക്കും. ഓക്കെ, ക്ലിയർ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. അടിയന്തര ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾ. എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? കാർഡിയാക് ട്രോളി വിത്ത് defibrillator has to be readily available. Cardiac trolley with the defibrillator has to be readily available. എന്താണ് defibrillator എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയാണ് defibrillator ഉപയോഗിക്കുന്നത്? ഹാർട്ട് ബീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഹാർട്ട് ബീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ, ഒരു ഹൃദയാഘാതം ഉണ്ടായി എന്താണ് ഹൃദയം നിലയ്ക്കുന്ന എന്നൊരവസ്ഥ വന്നാല് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഡെഫിബ്രില്ലേറ്റർ. നിങ്ങൾ കണ്ടിട്ടില്ല? ഒരു വലിയ ഒരു രണ്ട് ഇങ്ങനെ പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെസ്റ്റിന്റെ ഭാഗത്ത് അമിതമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടില്ലേ? ഡെഫിബ്രില്ലേറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർട്ട് ബീറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണമാണത്. അത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഉപകരണം എന്താണ്? ഈസി അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം, എളുപ്പത്തിൽ തന്നെ ലഭ്യമാവുന്ന രീതിയിൽ എന്താണ്? അതായത് എമർജൻസി എക്യുപ്മെന്റ് എന്ന നിലയിൽ ഡെഫിബ്രില്ലേറ്റർ ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. യെസ്, ഡ്യൂറിങ് കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, പത്രത്തിലൊരു ഉപകരണം അടുത്ത് തന്നെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. Then do all personnel knows its location. Do all personnel know its location. എന്താണ് പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ആരാണ്? അവിടുത്തെ സ്റ്റാഫുകൾ, വർക്കേഴ്സ് അല്ലെ? തിയേറ്റർ വർക്കേഴ്സ്, നഴ്സസ്, ഡോക്ടേഴ്സ് എന്നിവരെല്ലാം എന്തറിഞ്ഞിരിക്കണം? ടു ഓൾ പേഴ്സണൽ നോട്ട്സ് ലൊക്കേഷൻ. എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സുകളും ഇരിക്കുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ടു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. എമർജൻസി എക്യുപ്മെന്റ്സിൽ ഇരിക്കുന്ന ലൊക്കേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, then third point നോക്കിയേ. Specific duties of each person to be performed in connection with emergency equipment, checking of medicines which are expired, and preventive maintenance of equipment. എന്താണ്
ഓരോ പേഴ്സന്റെയും സ്പെസിഫിക് ഡ്യൂട്ടിയാണ്, അതായത് തിയേറ്ററിനുള്ളിൽ ഓരോ പേഴ്സന്റെയും ഒരു സ്പെസിഫിക് ഡ്യൂട്ടിയാണ് എന്ത്, എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സുകളും ചെക്ക് ചെയ്യുക എന്നുള്ളത് അല്ലെ. അതായത് എങ്ങനെ ചെക്ക് ചെയ്യണം, അത് എക്സ്പയർഡ് ആയോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വേണോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഓരോ പേഴ്സന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഏതെങ്കിലും എമർജൻസി എക്യുപ്മെന്റിന് എക്സ്പയർഡ് ആയോ അല്ലെങ്കിൽ അത് എന്താണ് മെയിൻ്റനൻസ് ചെയ്യണോ എന്നുള്ളത് വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്? അടിയന്തര ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകളാണ് നമ്മളിപ്പോ പറയുന്നത് അല്ലെ. എന്താണ്, കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. കാർഡിയാക് ട്രോളിയില് ഡെഫിബ്രിലേറ്റർ എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കണം. അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സുകളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാ പേഴ്സൺസിനും അറിഞ്ഞിരിക്കണം. Then specific duties of each persons, അതായത് എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലെ പേഴ്സൺസിന്, സ്റ്റാഫുകള്, നഴ്സുകള്, ഡോക്ടേഴ്സിന് നഴ്സസ്, സ്റ്റാഫുകള്, അവർക്കൊക്കെ എന്താണ് അവരുപയോഗിക്കുന്ന എമർജൻസി എക്യുപ്മെന്റുകൾ എക്സ്പയർഡ് ആണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് വേണോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, 3 പോയിന്റും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Then next നോക്കിയേ, administration must involve standard policies for protection of patients in operation theatre. തിയേറ്ററിൽ രോഗികളുടെ സംരക്ഷണത്തിന് എന്തെല്ലാം പോളിസീസ് ആണ്? ഒരു തിയേറ്ററിലെ രോഗികളെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്? എന്തൊക്കെ പോളിസികളാണ് ഓരോ പേഷ്യൻസിനും ഉള്ളത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ രോഗികളുടെ സംരക്ഷണത്തിനുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ? 4 പോളിസിനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ തിരിച്ചറിയുന്നത്? ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ്? ID പ്രൂഫ് അല്ലേ, ഒരു പേഴ്സണ്, ഒരു പേഷ്യന്റിന് ID ഉണ്ടായിരിക്കും. ദെൻ മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, ആ മെഡിക്കൽ റെക്കോർഡാണ് അതിനെ ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രൂഫ് എന്ന് പറയുന്നത് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ ഉണ്ടാകും? ആളുടെ പേര്, സെക്സ്, ഏജ്, ഏത് ഡോക്ടറെയാണ്, ഏത് അസുഖമാണ്, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻസ്, മരുന്നുകള്, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ഹിസ്റ്ററി, അത് മുന്നുണ്ടായിരുന്ന ഹിസ്റ്ററി എല്ലാരും എന്തിലുണ്ടായിരിക്കാം? പിന്നെന്താണ്, മെഡിക്കൽ ഇമാജിനിങ് റിസൾട്ടുകള്, ലാബ് റിസൾട്ടുകളൊക്കെ എല്ലാം തന്നെ എന്തിലുണ്ടായിരിക്കും? ഒരു പേഷ്യന്റ് ഐഡന്റിഫിക്കേഷനില് ഉണ്ടായിരിക്കും അല്ലെ, മെഡിക്കൽ റെക്കോർഡില് ഉണ്ടായിരിക്കും. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ രേഖകളും അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് തിയേറ്ററിൽ ഒരു പേഴ്സണെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ഹിസ്റ്ററി മനസ്സിലായാൽ മാത്രമാണ് ആളുടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. സെക്കൻഡ് പോയിന്റ് എന്താണ്? റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്. റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ് എന്താണ്? ചലന സമയത്തെ രോഗികളുടെ നിയന്ത്രണം. എന്താണ് അവിടെ പറയുന്നത്? എന്താണ് റീസ്ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? അതായത് ഒരു സർജറി കഴിയുന്ന സമയത്ത് എന്താണ്, ചില രോഗികള് അബ്നോർമൽ ആയിട്ട് പെരുമാറുന്ന കണ്ടിട്ടില്ലേ? സർജറി കഴിഞ്ഞതിന് ശേഷം അബ്നോർമാലിറ്റി കാണിക്കാം, അതായത് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുക, പിന്നെന്താണ് അടുത്ത് നൽകുന്ന നഴ്സുമാരോ ഡോക്ടർമാരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, കടിക്കാൻ ശ്രമിക്കുക, അങ്ങനെ പലതരത്തിലുള്ള മൂവ്മെന്റ്സുകൾ അവർ കാണിക്കും. കണ്ടിട്ടുണ്ടോ? വളരെ പരിഭ്രാന്തിയോടെ ആയിരിക്കും അവര് ആ ഒരു സഡേഷൻ മൂവ്മെന്റില് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് മൂവീസിൽ കണ്ടിട്ടുണ്ട് നമ്മള്. ഓക്കെ,
അപ്പൊ അത്തരത്തില് ആ റിസ്ട്രെയിനിങ് മൂവ്മെന്റ്സുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നഴ്സുമാരും ഹോസ്പിറ്റൽ സ്റ്റാഫുകളും എന്താണ് ചെയ്യാറുള്ളത്? ഒന്നില്ലെങ്കിൽ എന്താണ് അവർ ഏതെങ്കിലും ജാക്കറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് കൈ കാലുകളിൽ ലോക്ക് ചെയ്യും അല്ലെ? കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്നവര് ലോക്ക് ചെയ്തിട്ടുണ്ടാവും, പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഭാഗവും ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതെ, എഴുന്നേറ്റ് പോവാതിരിക്കാനായിട്ട്, എഴുന്നേറ്റ് ചാടി പോവാതിരിക്കാനും ടൈ ചെയ്യും അല്ലെ? പിന്നെ ജാക്കറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് അവരെ ക്രോസ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു പേഷ്യന്റിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ജനന സമയത്ത് രോഗിയെ നിയന്ത്രിക്കുകയാണ്. ഇവന്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? സർജറി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കാനൊന്നും പാടില്ല. പക്ഷെ അൺകോൺഷ്യസ് ആയതുകൊണ്ട് അല്ലെ, പെട്ടെന്ന് എന്താണ് ഒരു ബോധമില്ലാത്തൊരവസ്ഥകൾ അബ്നോർമാലിറ്റീസ് ആയിട്ട് അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള മൂവ്മെന്റ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, then protection of patients on operating table while turning or transferring. Protection of patients on operating table while turning or transferring. എന്താണ് അവിടെ പറയുന്നത്? പേഷ്യൻസിനെ എന്താണ് ഓപ്പറേറ്റിംഗ് ടേബിളിൽ നിന്ന് ടേൺ ചെയ്യുന്ന സമയത്ത് അല്ലെ, മറ്റൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് താഴെ വീഴാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അല്ലെ? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവമാണ് അവരെ മാറ്റേണ്ടത്. സ്ട്രക്ചറിലേക്കോ വീൽ ചെയറിലേക്കോ മാറ്റുമ്പോൾ എന്താണ് അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് അല്ലെ കൃത്യമായിട്ട് ഇപ്പൊ ഹെവി പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് വളരെയധികം ശ്രദ്ധയോടെ തന്നെ അവരെ മാറ്റിയില്ലെങ്കിൽ പേഷ്യൻസ് താഴെ വീഴാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ എന്താണ് വളരെയധികം പ്രൊട്ടക്ഷൻ ആയിട്ട് നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്താ പേഷ്യന്റ് ട്രാൻസ്ഫറിംഗ് എന്ന് പറയുന്നത്. Then fourth point എന്താണ്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിൽ നിന്നുള്ള അണുബാധകൾ അല്ലെ, അണുബാധകൾ തടയുന്നതിനുള്ള പ്രോട്ടോകോൾസുകള് പാലിക്കുക. ഓരോ പേഷ്യൻസിനും അവർക്ക് പ്രത്യേകമായിട്ടൊരു പ്രോട്ടോകോൾസുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് എന്തിൽ നിന്നായിട്ടും ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് അല്ലെ? ഓക്കെ, ഇൻഫെക്ഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് നടപടികൾ കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി റിക്കവറി റൂമിൽ എങ്ങനെയാണ്? റിക്കവറി റൂം, ഒരു പേഷ്യന്റ് റിക്കവറി റൂമിൽ എന്തായിരിക്കാം? Patient observation to be performed every 50 minutes after the surgery, including vital signs, level of consciousness and bleeding, etc. എന്താണ് ഇനി റിക്കവറി റൂമിലെ പേഷ്യൻസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആഫ്റ്റർ സർജറി കഴിഞ്ഞൊരു 15 മിനിറ്റ് എന്താണ് എവറി 15 മിനിറ്റ്സും അല്ലെ, ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? വൈറ്റൽ സയൻസ്. നമ്മൾ പേഷ്യന്റ് മോണിറ്റേഴ്സ് പഠിച്ചപ്പോ വൈറ്റൽ സയൻസ് പഠിച്ചില്ലേ? എന്തൊക്കെയാണ് വൈറ്റൽ സയൻസ് കാണിക്കുന്നത്? വൈറ്റൽ സയൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? BP, ടെമ്പറേച്ചർ, സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ്, പിന്നെന്താണ് പൾസ്, അങ്ങനെയുള്ള വൈറ്റൽ സയൻസ്. ഓക്കെ, ബയോമെട്രിക്കൽ വാല്യൂസ്. ഓക്കെ, പേഷ്യന്റ് മോണിറ്റേഴ്സിൽ കാണിക്കുന്ന ബയോമെട്രിക്കൽ വാല്യൂസ് ആണ് ഇതൊക്കെ, BP, പൾസ്, ഹാർട്ട് റേറ്റ് ഒക്കെ. ഓക്കെ, ആ വൈറ്റൽ സയൻസ് എന്താണ് 50 മിനിറ്റ്സ് കൂടുമ്പോൾ എന്താണ് ചെക്ക് ചെയ്യുക. അതിൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ബോഡി കോൺഷ്യസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ബ്ലീഡിങ് അല്ലെ, സർജറി മൂലം ഉണ്ടാവുന്ന ബ്ലീഡിങ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് തോന്നുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ എന്താണ് 50 മിനിറ്റ്സ് കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താണ്? നമ്മൾക്ക് ഒരു സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞ് അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആള് ഓക്കെ ആണെന്ന് കോൺഷ്യസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോ വേണമെങ്കിലും ചിലപ്പോൾ കണ്ടീഷൻസ് ഓരോ പേഷ്യൻസിന്റെ മാറാനായിട്ട് ചാൻസസ് ഉണ്ട്. നമുക്കൊന്നും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതിനാലാണ് എന്തിനായി റിക്കവറി റൂമിൽ ഇത്രയും സമയം ഇടവിട്ട് അവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ചിലപ്പോൾ ഹെവി ബ്ലീഡിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കൂടാനും ചാൻസ് ഉണ്ട് അല്ലേ? അൺകോൺഷ്യസ് ആയിട്ടുള്ള പെരുമാറ്റങ്ങളും കാണിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ റിക്കവറി റൂമിലാണ് അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? യെസ്. All equipment should be ready on demand. All equipment should be ready on demand. എല്ലാ ഉപകരണങ്ങളും എന്താണ്? ആവശ്യാനുസരണം തയ്യാറായിരിക്കണം അല്ലെ? ഒരു റിക്കവറി റൂമിലും എന്താണ്? നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അതിനാൽ തന്നെ എന്താണ്? എല്ലാ ഉപകരണങ്ങളും അവിടെ എന്താണ്? എത്രയും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന തരത്തില് എന്താണ്? തയ്യാറാക്കിയിരിക്കണം. ഓക്കെ, restriction of visitors to prevent infection. Restriction of visitors to prevent infection. അണുബാധ തടയാൻ വേണ്ടിയിട്ട് സന്ദർശകരെ നിയന്ത്രിക്കുക അല്ലെ? അണുബാധകൾ തടയാനായിട്ട്, ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് എന്താണ്? വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇത് ഏതൊക്കെ പോളിസീസ് ആണ്? ഏതൊക്കെ പോളിസീസ് ആണ് പേഷ്യൻസിന് വേണ്ടിയിട്ട്? പേഷ്യൻസിന്റെ സംരക്ഷണത്തിന് വേണ്ടി മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. മെത്തേഡ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? പേഷ്യന്റിനെ കുറിച്ചിട്ട് എല്ലാ വിവരങ്ങളും മെഡിക്കൽ റെക്കോർഡ്സിൽ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. ദെൻ റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്. ഒരു സർജറിക്ക് ശേഷം ഉണ്ടാവുന്ന പേഷ്യൻസിന്റെ മൂവ്മെന്റ്സിൽ അല്ലെ, ചലന സമയത്ത് രോഗിയുടെ നിയന്ത്രണങ്ങള് ശ്രദ്ധിക്കുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓപ്പറേറ്റിംഗ് ടേബിൾ, അതായത് ടേബിളിൽ നിന്ന് മാറ്റുന്ന സമയത്ത്, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ്? പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്, എന്താണ്? അണുബാധ തടയുന്നതിനുള്ള പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുക. ഇനി ഒരു റിക്കവറി റൂമിൽ എങ്ങനെയാണ്? പേഷ്യന്റ് ഒബ്സർവേഷൻ ആണ് അല്ലെ? കംപ്ലീറ്റഡ് ആയിട്ട് ഒരു 50 മിനിറ്റ്സ് ഇടവിട്ട് അവരുടെ വൈറ്റൽ സയൻസും ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ബ്ലീഡിംഗ് ഒക്കെ എന്താണ്? ഇടയ്ക്കിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ്? എല്ലാ ഉപകരണങ്ങളും ആവശ്യാനുസരണം തയ്യാറായിരിക്കണം. ദെൻ എന്താണ്? അണുബാധ തടയുന്നതിനായിട്ട് സന്ദർശകരെ അനുവദിക്കാതിരിക്കുക. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? മെസ്സേജിനൊക്കെ ഒരു സുഖമില്ലല്ലോ. എന്ത് വെച്ച് ഉറക്കമനുണ്ടോ? ഉറക്കമനുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്കിപ്പോ ഉറക്കം വരാൻ കാരണം? ഇല്ല, നല്ല കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. ഉറക്കം വരാതെ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഓപ്പറേഷൻ തിയേറ്ററില് എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. എന്താണ്? സ്ക്രീനിൽ കാണുന്നില്ലേ? ഓക്കെ, ഇനി ഒരു ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലാസ്റ്റ് ഭാഗത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് the department running smoothly and effectively by greeting and welcoming patients. എന്താണ് പറയുന്നത്? ഒരു OR എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നതും ആ ഡിപ്പാർട്ട്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതും. ഓക്കെ, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതായത്
വരുന്ന പേഷ്യൻസിന് എന്താണ് നന്നായി റിഫ്രഷ് ചെയ്യുന്നത് അല്ലെ. അവരെന്താണ് ടെൻഷൻ, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം വരുന്നത് അല്ലെ. സർജറിനെ കുറിച്ചും അല്ലാത്ത ടെൻഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പൊ അത് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരെ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ അവർ വെൽക്കമിങ് ചെയ്ത് എന്താണ് സെക്കൻഡ് എന്താടോ തടവുക എന്ന് പറഞ്ഞ എന്താടോ തടവുക? തടവുക എന്റെ മെസ്സേജ് ഉണ്ടല്ലോ ഇപ്പൊ. എന്താ അയച്ചേ? റീസ്ട്രെയിൻ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക. അതായത് പേഷ്യന്റിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. തടയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ തടയുക അങ്ങനെ എന്തോ കണ്ടേ, മലയാളത്തിലാണോ ടൈപ്പ് ചെയ്ത. ഓക്കെ, അപ്പൊ എന്താണ് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നു. ദെൻ ആ ഡിപ്പാർട്ട്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടുപോകുന്നു. ഓക്കെ, ദെൻ ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഈ OR എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. Then these workers operate office equipment that include voicemail and phone system, machines, copiers and scanners. Also maintain and organize department supplies. ഇനി OR എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ മറ്റു ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? അവിടെയുള്ള വർക്കേഴ്സിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ്. ഓപ്പറേറ്റ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് വോയിസ് മെയിൽ അയക്കുക, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുക, മെഷീൻസ് കൺട്രോൾ ചെയ്യുക, കോപ്പിയേഴ്സ്, സ്കാനേഴ്സ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ഈ OR എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ വർക്കേഴ്സ് ആണ് കേട്ടോ. ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. ഓഫീസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓഫീസ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? വോയിസ് മെയില്, ഫോൺ സിസ്റ്റം, മെഷീൻസ്, കോപ്പിയേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. And also maintain organize department supply. ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസിനെയും ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? ഒരു OR എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. അത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. ഓക്കെ, they accept and route message and transfer correspondence verbally or through write form. They accept and route message and transfer correspondence verbally or through write form. എന്താണ്? ഇവരെ മെസ്സേജസുകളെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇതിന് ആൻസേഴ്സ് റിട്ടേൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള, അതായത് തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള് റൂട്ട് മെസ്സേജസുകൾ അയക്കുന്നതും അതിന് റിപ്ലൈ നൽകുന്നതും ആരാണ്? മെസ്സേജസുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും അതിനുള്ള മറുപടികൾ നൽകുന്നതും ആരാണ്? ഈ ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. Then additional duties consist of taking specimen to the lab, helping scheduling, produce procedures, supporting the department through updating bed status. എന്താണ്? അധിക ചുമതലകൾ അവര് എന്തൊക്കെ മാത്രമാണ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഓഫീസ് കാര്യങ്ങൾ മാത്രമല്ല, പിന്നെ എന്തൊക്കെയാണ്? ബ്ലഡ് സാമ്പിളുകൾ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസുകള് അപ്ഡേറ്റ് ചെയ്യുന്നതും ആര് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്? ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ്? ബ്ലഡ് സാമ്പിൾസുകള് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ എന്താണ് ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ഓഫീസ് സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി മെയിൻറ്റെയിനിങ് ക്ലീനിങ്നെസ് ആൻഡ് ഓർഡർ ലൈൻസ് ലൈക്ക് ക്ലീനിങ്നെസ് സ്റ്റേഷൻസ്. ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ സെക്രട്ടറിയുടെ അവരുടെ ആ പൊസിഷനും ആ റൂമും എങ്ങനെയാണ്? നഴ്സിംഗ്
സ്റ്റേഷൻസ് പോലെ തന്നെ എന്തായിരിക്കും, വളരെയധികം ക്ലീനുമായിരിക്കും, വളരെയധികം ഓർഡർലിയുമായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ അവിടെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നഴ്സിംഗ് സ്റ്റേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എന്ത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ. കറസ്പോണ്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിടപാടുകൾ, അതായത് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അതെന്താണ് റീഡ് ചെയ്യുകയും പിന്നെ വാക്കാലോ അല്ലെങ്കിൽ എന്താണ് ഫോമിങ്ങിലൂടെ കത്തിടപാടുകൾ കൈമാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ട്രാൻസ്ഫർ ചെയ്യുന്നു. തിയേറ്ററുമായി ബന്ധപ്പെട്ട മെസ്സേജസുകൾ, ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അവിടെ എന്താണ് റൂട്ട് മെസ്സേജസിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്, executive secretaries may also be responsible for managing and training new clerical within the operating room department. Executive secretaries may also be responsible for managing and training new clerical within the operating room department. Operation room സെക്രട്ടറി ആണ് പുതിയ ആരെ നിയമിക്കുന്നത്, പുതിയ ക്ലറിക്കൽ മാറി നിയമിക്കുന്നതും ആരാണ്, ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ചുമതലയാണ്. അവരെ നിയമിക്കുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, OR എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണുള്ളത്. അതായത് ഓപ്പറേറ്റിംഗ് റൂമിലെ പുതിയ ക്ലർക്കർമാരെ നിയമിക്കുന്നതും അവരെ പരിശീലിപ്പിക്കുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്, ഒരു OR എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ചുമതലയാണ്. ഓക്കെ, ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ എന്തൊക്കെയാണ് ചുമതലകള്? പറയൂ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്താണ്, അവരെ വെൽക്കം ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നു. ദെൻ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ പറയുന്നു. പിന്നെന്താണ്, ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് അല്ലെ, എന്തെല്ലാം ഭാഗങ്ങളിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, വോയിസ് മെയിൽ അയക്കുന്നത്, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു, മെഷീൻസ്, കോപ്പീസ് ആൻഡ് സ്കാനേഴ്സ് ആൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്. ഓക്കെ, പിന്നെന്താണ്, they accept route message and transfer correspondence verbally or through right phone. Okay. Then additional duties consist taking additional duties വേറെ എന്തൊക്കെയാണ്, ബ്ലഡ് സാമ്പിൾസ് കൊണ്ടുപോകും, അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ അത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നു, ഓർഡർ ആയിട്ടും കൊണ്ടുപോകുന്നു. ദെൻ ക്ലറിക്കൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും ആരാണ്, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? യെസ്. ചാപ്റ്റർ ഈസ് ഓവർ. ചാപ്റ്റർ കഴിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്റർ നമ്മള് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇതിൽ വേറെ സംശയമൊന്നുമില്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കിയാലോ? യെസ്, ഹോസ്പിറ്റൽ വാർഡ്സ് ചാപ്റ്റർ 10. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണോ ആ എൻവയോൺമെന്റ്, എന്താണ് അവിടുത്തെ സോൺസുകൾ, എന്താണ് ഓപ്പി സ്യൂട്ട്സ്, എന്തൊക്കെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കി. കേൾക്കുന്നില്ല? യെസ്, കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ചാപ്റ്റർ 10
hospital ward. Chapter 10, hospital ward. Okay. എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയേ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long-term or short-term depending upon the severity of condition. എന്താണ് ഒരു വാർഡ് എന്ന് പറഞ്ഞാല്? A ward is a room in a hospital where beds are arranged for many people. അല്ലെ, വാർഡ് എന്ന് പറയുന്നത് ഒരു റൂമിലെ ഒരുപാട് ബെഡ്സ്, ഏകദേശം ഒരു സ്ക്രീൻ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ലേ? കാണുന്നില്ല? ഓക്കെ, എന്ന് കേട്ടോ. ഓക്കെ നോക്കട്ടെ. ആർക്കും കാണുന്നില്ല? ഒരാളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. കാണുന്നു. യെസ്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ചെക്ക് ചെയ്യാട്ടോ. ഇപ്പൊ കാണാലോ. ഓക്കെ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. എന്താണ് ഓപ്പറേഷൻ വാർഡ് എന്ന് പറഞ്ഞാൽ? സോറി, ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാല് വീട്ടാണല്ലോ. A ward is a room in a hospital where beds are arranged for many people. അല്ലെ, ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂമില് എത്ര ബെഡ്സുകൾ ഉണ്ടായിരിക്കും? ഒരു കമ്മ്യൂണിറ്റി താലൂക്ക് ഹോസ്പിറ്റൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ബെഡ്സുകൾ നമ്മൾ കാണാൻ സാധിക്കും? ഒരു വാർഡ്, ജസ്റ്റ് ഒരു വാർഡ് ഒന്ന് ആലോചിക്കും, ഏകദേശം എത്ര ബെഡ്സുകൾ ഉണ്ടാവും? ഏകദേശം എത്ര ബെഡുകൾ ഉണ്ടാകും ഒരു വാർഡില്? ഹെൽത്ത് കെയർ സിസ്റ്റം പഠിച്ചതല്ലേ നിങ്ങള്?
കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സുകളിൽ എത്ര ബെഡ്സുകൾ ഉണ്ടാവും എന്നാണ് പഠിച്ചത്? ഓർക്കണ്ടോ? 30 ബെഡ്സ്. ഓർമ്മയുണ്ടോ? ആ ശരിയാ. യെസ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു റൂമില് എത്രത്തോളം ഒരു ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ദെൻ എന്തിനു വേണ്ടിയിട്ട്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ചികിത്സക്കായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ബെഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. ഒരു രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നോക്കുന്നത്. അതായത് രോഗത്തിന്റെ മൂർച്ച അനുസരിച്ചിട്ട് അല്ലെ, രോഗത്തിന്റെ മൂർച്ച അനുസരിച്ചിട്ടാണ് 2 ദിവസമാണോ അല്ലെങ്കിൽ 1 വീക്ക് ആണോ ആള് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ആളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഒരു വാർഡ് എന്ന് പറഞ്ഞാല്? വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ where beds are arranged for many people. Often, people who need similar treatment can be long-term or short-term depending upon the severity of condition. Definition മനസ്സിലായോ? Yes. ഇനി നിങ്ങളുടെ PDF-ൽ the purpose of any hospital ward എന്ന് തന്നെയാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും അത് തന്നെയാണോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, എന്തൊക്കെ പേർപ്പസസ് ആണ് ഒരു വാർഡിന്? എന്തിനു വേണ്ടിയിട്ടാണ് വാർഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്തിനാണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പരിചരിക്കുന്നതിനും, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പരിചരിക്കുന്നതിനുമാണ് വാർഡ്സുകള്, വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ ടീച്ചിങ്. എന്താണ് ടീച്ചിങ് എന്ന് പറഞ്ഞാല്? ടീച്ചിങ്, ഇവിടെ എന്ത് പഠനമാണ് നടക്കുന്നത്? കൗൺസിലിംഗ്. പിന്നെ ഓക്കെ, കൗൺസിലിംഗ്, പിന്നെ ഹെൽത്ത് കെയർ. പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് വരുന്നുണ്ടോ? മെഡിക്കൽ സ്റ്റുഡൻസ് മെഡിക്കൽ സ്റ്റുഡൻസ് വരുന്നില്ലേ? നഴ്സിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, അവിടെയാണ് എന്ത് പറയുന്നത്? ടീച്ചിങ് എന്ന പർപ്പസ് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, അവരുടെ പഠനങ്ങൾക്ക് വിധേയമാക്കുന്നത്. റിസർച്ച്. റിസർച്ച് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു? വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ, വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങള്. ഓക്കെ, വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണങ്ങള്. Then render professional nursing and medical care to patients. Render professional nursing and medical care to patients. എന്താണ് പറയുന്നത്? Render professional nursing and medical care to patients. നഴ്സുമാരുടെ പേഷ്യൻസിനോടുള്ള എന്താണ്? പരിചരണം അല്ലെ. മെഡിക്കൽ കെയർ ടു പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയേ, എന്താണ് പേഷ്യന്റ് കെയർസ് എന്ന് പറഞ്ഞാൽ? ആരാണ് രോഗികളെ പരിചരിക്കുന്നത്?
ആരാണ് പരിചരിക്കുന്നത്? ഡോക്ടർ പരിശോധിക്കുന്നു. പരിചരിക്കുന്നത് നേഴ്സ് അല്ലെ? നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പരിചരണം അല്ലെ? കൃത്യമായ രീതിയിലുള്ള പരിചരണം. 2 പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ. അവർക്ക് ആവശ്യാനുസരണമുള്ള രോഗപരിചരണം കൊടുക്കുന്നത് ആരാണ്? പ്രൊഫഷണൽ നഴ്സസ് ആണ് അല്ലെ? ഓക്കെ. അത് ആ പരിചരണങ്ങൾ എവിടെയാണ് നടക്കുന്നത്? വാർഡ്സുകളിലാണ്. ഓക്കെ. Then provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. Provide necessary equipments. വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരുന്നുകളാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എവിടെയാണ്? അതർ സ്റ്റോർ റിക്വയർമെന്റ്സ് ഫോർ പേഷ്യന്റ് കെയർ ആൻഡ് കെയർ ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും എസെൻഷ്യൽ ഡ്രഗ്സുകളും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഈ വാർഡ്സ്, ഹോസ്പിറ്റൽ വാർഡിലാണ്. ഹോസ്പിറ്റൽ വാർഡിന്റെ അതൊരു പർപ്പസ് ആണ് അല്ലെ? വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ എവിടെയാണ് കാണാറുള്ളത്? നെസസറി എക്യുപ്മെന്റ്സുകള്, എസെൻഷ്യൽ ഡ്രഗ്സുകള്. നേഴ്സിംഗ് സ്റ്റേഷൻസ് കണ്ടിട്ടില്ലേ? ഓരോ വാർഡുകളിലും നഴ്സിംഗ് സ്റ്റേഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നഴ്സിംഗ് സ്റ്റേഷൻസില്? അതായത് ഒരു വാർഡില് ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? അതായത് 1 മുതൽ 15 വരെയുള്ള ഒരു വാർഡില് ആ 15 പേരുടെ ഡീറ്റെയിൽസ് ഇറക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സുകളും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഉണ്ടാവും അടങ്ങുന്ന ഒരു നഴ്സിംഗ് സ്റ്റേഷൻ. ആ ഒരു 15 റൂമുകളുമായി ചുറ്റപ്പെട്ടുകൊണ്ട് 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സിൽ എന്താണ് ഓരോ മെഡിക്കൽ റെക്കോർഡ് ബുക്കുകൾ ഉണ്ട്. അതെവിടെയാണ് സൂക്ഷിക്കുന്നത്? ഓരോ നഴ്സിംഗ് സ്റ്റേഷൻസിലായിരിക്കും സൂക്ഷിക്കുന്നത് അല്ലെ? ദെൻ മരുന്നുകള്, മറ്റു മരുന്നുകൾ, അതുപോലെ തന്നെ നെസസറി എക്യുപ്മെന്റ്സുകൾ. എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആയിരിക്കും നഴ്സിംഗ് സ്റ്റേഷൻസിൽ ഉപയോഗിക്കുന്നത്? ഒരു വാർഡിലെ നഴ്സിംഗ് സ്റ്റേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഒരു അഡ്മിറ്റായ രോഗിയെ നഴ്സ് ചികിത്സിക്കുമ്പോ എന്തൊക്കെ മെഷീൻസ് അവരുടെ കയ്യിലുണ്ടാവും? ആ വാർഡിൽ ഉണ്ടാവും. ആ നഴ്സിംഗ് സ്റ്റേഷനിൽ എന്തായിരിക്കും? സ്റ്റെത്തസ്കോപ്പ്, BP, തെർമോമീറ്റർ, പിന്നെന്താണ്? ബയോമെട്രിക്കൽ വാല്യൂസ് അവിടെ വരുന്നുണ്ടോ? ടെസ്റ്റ് ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അട്ടവർ. ഓക്കെ. അതവിടെ വരുന്നില്ല. അതെന്താണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നെബുലൈസർ. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ. ഏതൊക്കെ പേർപ്പസ് ആണ് ഒരു വാർഡിനുള്ളത്? ഏതൊക്കെ പേർപ്പസ് ആണ് പറയുന്നത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്താണ്? രോഗനിർണയവും ചികിത്സയും അല്ലെ? രോഗം നിർണയിക്കുന്നതും ചികിത്സിക്കുന്നതും. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ആരോഗ്യത്തിന്റെ സംരക്ഷണം അല്ലെ? ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്. ടീച്ചിങ് ഫോർ കൗൺസിലിംഗിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എവിടെയാണ് ഉൾപ്പെടുന്നത്? ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പേർപ്പസിൽ വരുന്നതാണ്. റിസർച്ച്, വിവിധതരം രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണങ്ങൾ സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നു. റെന്റൽ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. എന്താണ്? നഴ്സുമാർ രോഗികളെ കൃത്യമായ രീതിയിൽ പരിചരിക്കുന്നത്. Provide necessary equipments, essential drugs and all other stores requirements for patient care organized manner. എന്താണ്? വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും മറ്റു മരുന്നുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എവിടെയാണ്? ഹോസ്പിറ്റൽ വാർഡിന്റെ പേർപ്പസിൽ വരുന്നതാണ്. ഓക്കെ. ക്ലിയർ ആണോ? നമുക്ക് ഇതിനൊന്നും വലിയൊരു എക്സ്പ്ലനേഷൻസ് വേണ്ട കേട്ടോ. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ എക്സാം.
എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ പർപ്പസിലാണ് വരുന്നത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, റെൻഡർ പ്രൊഫഷണൽസ്, മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. സമയം കഴിഞ്ഞില്ലേ? എടുത്ത ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. പിന്നെ മൺഡേ കാണാം.